ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗിന്റെ എന്താ പ്രത്യേകത? ഒരു പ്രത്യേകത ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോ കുറച്ച് വർക്ക് അല്ല മീൻസ് ഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ റെസ്റ്റിലാണ്. അതെ, റെസ്റ്റിലാണ്. അപ്പൊ നമ്മളോട് ഇന്നിപ്പോ എന്താ ഒരു വിളി വന്നിട്ടുണ്ട്. കണ്ണിമാങ്ങ, നല്ല പൈത്ത കണ്ണിമാങ്ങ ഇങ്ങനെ അല്ല കണ്ണിമാങ്ങ എന്ന് പറയും. പടുമാങ്ങ നമ്മൾ ഇങ്ങോട്ടേക്ക് പറയാം. പടുമാങ്ങ പഴുത്തിട്ട് ഇങ്ങനെ 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 കഴിക്കുന്ന സാധനം. യെസ്. അപ്പൊ എന്താ പറയാ, ഉമ്മന്റെ എത്താത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല പടുമാങ്ങ, നല്ല വീണ് പറിച്ചതൊക്കെ ഉണ്ട്, പൈത്തത് നല്ല ഇങ്ങനെ ചെറിയതാണല്ലോ, മൂഞ്ചത് നല്ല രസമാണല്ലോ. അപ്പൊ അത് കുറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ വേഗം പോരി ഇവിടെ പറിച്ചിട്ടുണ്ട്, വാങ്ങിക്കാൻ പോവാൻ പറഞ്ഞപ്പോ ഞാനിപ്പോ വാങ്ങിക്കാൻ പോവാ. അല്ലേ ഇപ്പൊ വേണം അശിക വന്നിട്ട് വേണം എനിക്കത് കഴിക്കാൻ. അതെ, ഇവിടെ ഒരാൾ മാങ്ങ കഴിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുക. കാരണം ഇവിടെ ഇഷ്ടംമാതിരി മാങ്ങ ഉണ്ട്, പക്ഷെ ആ മാങ്ങക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് വേറെ ടൈപ്പാണല്ലോ. നിങ്ങളെ നാട്ടിലെ എന്താ പറയാ, പൈത്തില്ലല്ലോ. പക്ഷെ അതപ്പോ കൊണ്ടുവന്ന് അപ്പൊ പൈത്തക്ക് പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, എനിക്കൊന്നും ഈ പടുമാങ്ങ നമ്മളെ നാട്ടിൽ പറയുന്ന എല്ലായിടത്തും മാങ്ങ അല്ല. കണ്ണിമാങ്ങ എന്ന് പറയും, ചില ആൾക്കാർ വേറെ എന്തോ മാങ്ങ എന്ന് പറയൂ. കണ്ണിമാങ്ങ പറയുന്ന ഉപ്പിലിടുന്നതല്ലേ? അതെനിക്കറിയില്ല. കണ്ണിമാങ്ങ എന്ന് പറയുന്ന കേൾക്കും. പടുമാങ്ങ ഞാൻ ഉദ്ദേശിച്ച മാങ്ങ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കുഞ്ഞായിരിക്കും, പക്ഷെ ഇങ്ങനെ ആൾക്കാർ മുറിച്ചല്ല മാങ്ങ തിന്ന അല്ലേ, അതിങ്ങനെ കടിച്ചിട്ട് അതിങ്ങനെ തിന്നയ്യ. അല്ല, അത് ചില സ്ഥലത്ത് കണ്ണിമാങ്ങ. അതെ, 2 ദിവസമായിട്ട് ഇവിടെ എന്താ പറയാ, ഒരു ടൈമിൽ ഇങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് കാറ്റ് വീശി ഇങ്ങോട്ട് പോകും. അതെ. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ആ മാങ്ങ പറിച്ചു വരാം. പറിച്ചു വെച്ച മാങ്ങ ഞാൻ പോയി എടുത്തു വരാം. പോട്ടെ, നമുക്ക് കഴിക്കാൻ. ബൈ. വേണ്ട, മതി. ആണോ? ഇതാ പ്രശ്നം ഗൈസ്, ഇതാണ് പ്രശ്നം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ മുന്നേ പറയും. ഇന്നലെ ഇതേമാതിരി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മുന്നേ പറയുകയാണെങ്കിൽ ഗൈസ്, നല്ല മറ്റേ എന്തേലും ബനാനി മറ്റേ എഗ്ഗൊക്കെ വെച്ചിട്ട് ഫ്രൈ ആക്കൂലേ, ആ സാധനം ഉണ്ടാക്കിയിട്ട് എന്നെ തിരിച്ച് മാടി വിളിച്ച് വീട്ടിലേക്ക് വിളിച്ച്. അതേമാതിരി ഞാൻ ഇപ്പൊ ഞാൻ അതേമാതിരി ഇങ്ങനെ വീട്ടിൽ നിന്ന് പോവാൻ നിൽക്കുന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരുള്ളൂ. ഞാൻ പോയി എന്തെങ്കിലും വന്നിട്ട് കാണാം നമുക്ക്. ബായ്. ഓ നൈസ്. ഇതാണ് ഇത് മതി. ഇത് പൈത്തിക്കതാ. മതി. ഇതാണ് ഈ തണുത്തളെടുത്തോണ്ടെങ്കിൽ ലക്ഷം നല്ല താഴുണ്ട്. തണുത്തളെടുത്തോണ്ട അതാ കഴിക്കുന്നു. ഞാൻ മെല്ലെ വിളിച്ചു കൊണ്ടുവന്നു. നല്ല രസമുണ്ട്, പക്ഷെ ഇതിനെക്കാട്ടി പൈപ്പും അപ്പോഴും ഒന്നും രസമാവാം. ഇത് നല്ല പഴുത്തില്ല, ചെറിയ പുളിയുണ്ട്. അതുകൊണ്ടോ നൈസ്. ഇനി നമുക്ക് നമ്മൾ പറിച്ചുകൊണ്ടിരുന്ന മാങ്ങ എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പം ഫുള്ള് മാങ്ങാണ്. എന്റെ വീട്ടിലും കുറെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ആഷിക്കാക്ക് ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ കൊറേ മാങ്ങ കേട്ടോ. അത്ര പൈത്ത് വെച്ച് നോക്ക്, ഫുള്ളും എന്താ പറയാ. ഇതിനെന്തേ അമൃതമ്മ പറയും മാങ്ങക്ക്? അപ്പൊ പടുമാങ്ങ എന്നറിയുന്ന ഏതാ? ഇതന്നെ പടുമാങ്ങി, കണ്ണിമാങ്ങി, പടുമാങ്ങ ഒക്കെ തന്നെ. ഉമ്മന്റെ പെങ്ങളല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗിൽ ഉമ്മന്റെ പെങ്ങളെന്നാ പറഞ്ഞത്. ഇത് ഉമ്മന്റെ ഏട്ടത്തിന്റെ വീടാട്ടോ. ആള് ഖത്തറില. അപ്പൊ വെക്കേഷന് വന്ന നാട്ടില്. അമ്മച്ചേ 2 കവറിലാക്കി വെച്ചങ്ങള്. അത് കൊലായി തന്നെ കാത്തിക്കുന്നുണ്ട്, കൊണ്ടുവരുന്നും കാത്തിട്ട്. ഹിമോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇപ്പൊ ഇമ്മുനെ പരിചയം ഉണ്ടായിട്ടോ. പരിചയമായി കാണൂല്ലേ? എന്നാലും ഹായ് പറഞ്ഞോടുക്ക്. ഹായ് പറയും. ഹായ്, വെൽക്കം ടു അവർ ചാനൽ എന്ന് പറയില്ല. നീ നോക്കിയിട്ട് കാര്യമില്ല. ഒച്ച ഉണ്ടാക്കി കൊടുക്ക്. ഇനി എന്തേ ഒച്ച ഉണ്ടാക്കി അതിന്റെ അർത്ഥം എന്താ? നീ റെസ്പോണ്ട് ചെയ്തെന്നാ ഒച്ച ഉണ്ടാക്ക്. ഓക്കെ. അപ്പൊ എല്ലാവരോടും എന്താ പറയാ, വെൽക്കം ടു അവർ ന്യൂ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തേ പറയാണ്ടോ? എന്തേ പറയാണ്ടോ? പറയാനില്ല. നോക്കാല്ല പറഞ്ഞത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമുക്ക് എന്തേ പറയാണ്ട് ഞാൻ പറഞ്ഞോ? എന്താ ഇതിന്റെ പേര് പറഞ്ഞ എല്ലാവരും കാണുന്നു? എന്തിനാ ഇതിന്റെ പേര്? ഈ ബേർഡിനൊരു പേര് പറഞ്ഞില്ലേ എല്ലാരും? ഓൾമോസ്റ്റ് സൺ അങ്ങനെ എന്തോ പറഞ്ഞു. ആളിങ്ങനെ കിടക്ക പറയല്ലേ? കേട്ടെന്നാല് ആളിന്ന് കുറച്ച് ദേഷ്യത്തിലാന്ന് തോന്നുന്നത്. എടുത്തരാ. ഇങ്ങോട്ട് മധുരണ്ടോ നല്ല? അപ്പൊ ഞാൻ ആദ്യമായിട്ട് അറിയുന്നു ഈ പടുമാങ്ങ അങ്ങനെ 2 തരം ഉണ്ടെന്നുള്ളത്. പടുമാങ്ങ തന്നെ അങ്ങനുണ്ട്.
ഒരേ കാറ്റഗറിയിൽ തന്നെ ഉണ്ട്. ചേലമാങ്ങ എന്ന് പറയുമ്പോൾ ഒന്നല്ല ഉണ്ടാവുള്ളൂ. അല്ലല്ല, ചേലമാങ്ങ ഡിഫറെന്റ് ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല, ചേലമാങ്ങ ഒന്നാ ഉണ്ടാവുക. ഇവിടെ ഇപ്പൊ 2 തരം പടുമാങ്ങ ഉണ്ട്. അതിലൊന്ന് വേറെ ടേസ്റ്റ്, മറ്റേത് വേറെ ടേസ്റ്റ് അല്ലേ. അപ്പൊ എന്താ പറയാ, ഇപ്പൊ കുറെ പഴുത്തിട്ട് ഇങ്ങനെ നശിക്കുന്ന നേരത്ത് എന്താ പറയാ, ഈ മാംഗോന്റെ ഞാനൊരു വീഡിയോ കണ്ടട്ടെ യൂട്യൂബിലും, പിന്നെ 2-3 ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ കണ്ടതാണ്. പഴുത്ത മാങ്ങ എന്താക്കുക, പഴുത്ത പടന്നെ എന്താക്കുക, ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാം. അതായത് അപ്പോൾ നമുക്ക് എത്ര കാലം വേണം യൂസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്ത് വെക്കാണ്ട് എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ തിന്നാനും പറ്റണമെന്നില്ല. അപ്പോൾ എന്താ അത് പെട്ടെന്ന് തന്നെ വെടക്കായി പോകും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കാൻ അറിയപ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താക്കാം, നമുക്ക് എന്താക്കാം, ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും, അല്ലെങ്കിൽ ഒരു 2 മാസം 1 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ജ്യൂസ് അടിക്കാനും, അതേമാതിരി തന്നെ എന്തെങ്കിലും ഫുഡിങ് ഉണ്ടാക്കാനും, പായസം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. പിന്നെ ഇങ്ങനെ അധികം പറയലുണ്ടായിരുന്നു, എന്താ പറയുക, ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ നമുക്ക് ഇതിനോട് മുട്ടായി ഉണ്ടാക്കാൻ പറ്റും, എന്തോ ആഡ് ചെയ്തിട്ട് മുട്ടായി, അതേമാതിരി തന്നെ ഫുഡിങ്, അങ്ങനത്തെ പല പല സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം മാങ്ങൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ മാങ്ങ, അപ്പോൾ എന്താ പറയുക, അപ്പം മാങ്ങൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ മാങ്ങട്ടില്ല, പിന്നെ നമുക്ക് എന്താ ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്താക്കാം, കുറേ കാലം യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബെറ്ററാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു കമൻറ്റ് ഇടണേ. കാരണം എന്താ പറയുക, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ, ഫുഡിങ് അടിക്കാൻ, ഇപ്പോൾ വേറെ എന്തൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലതാണോ, എത്ര കാലം വെക്കാൻ പറ്റും എന്നുള്ള ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാരണം ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുക ഒരു ഐഡിയ തോന്നിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അതേമാതിരി തന്നെ ഈ മഴ പെയ്ത ഞാൻ മാങ്ങ എന്താ പറയുക, വെടക്കാവല്ല നശിക്കുന്നു പറയുന്നത് ഭയങ്കര ശരിയല്ല. കാരണം എന്താ പറയുക, മഴ പെയ്യുന്നതിന് മുമ്പേയൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ നല്ല ടേസ്റ്റും അതേമാതിരി തന്നെ നല്ല നല്ല മാങ്ങയായിരുന്നു. പക്ഷെ മഴ പെയ്തതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക, കുറേ കേട് വരുന്നു, അതേമാതിരി തന്നെ പുഴയൊക്കെ കയറാൻ തുടങ്ങിയ. അതുവരെ തീരെയും പുഴും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പറിക്കുന്നതൊക്കെ നല്ല അടിപൊളി മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലുള്ളൊരു ചെറിയൊരു മാവാണത്. അപ്പോൾ ഈ പ്രാവശ്യം കുഴപ്പമില്ലാത്തൊരു മാങ്ങ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. 3 ഡിഫറെൻറ്റ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. എന്താ പറയുക, 3 ടേസ്റ്റ്. ചിലത് നല്ല വലുപ്പമുണ്ടാവും, ചെറുതായിരിക്കും. അപ്പോൾ എന്താ പറയുക, കുറേ പഴുത്തിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റി. പക്ഷേ മഴ പെയ്തതിന് ശേഷമാണ് ഈ കേടാവാനും പുഴു വരാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഫ്രീസ് എന്നുള്ള സംഭവം എന്താ പറയുക ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് മഴ പെയ്ത പ്ലാൻ. അപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് പടുമാങ്ങ, ഇനിയിപ്പോൾ എന്താ പറയുക, എൻ്റെ ഉമ്മൻ്റെ താത്തൻ്റെ വീട്ടിൽ നിന്ന് ഇനി ചേലമാങ്ങ വരാനുണ്ട്. ചേലമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അത് എല്ലാ കൊല്ലവും അവർക്ക് സീസണിൽ ഇങ്ങനെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇനി അതിനാണ് വെയിറ്റിങ്. അതേമാതിരി തന്നെ അതന്നെ മെയിനായിട്ട്. അപ്പം ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ ഫുൾ, അപ്പോൾ എല്ലാവർക്കും മാങ്ങ ആണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറേ മാങ്ങ ഇട്ടിട്ടുണ്ട്, പടുമാങ്ങായിട്ടും പിന്നെ നമ്മളെ മാങ്ങ, പിന്നെ ഇപ്പോൾ ചേലമാങ്ങ വരാണ്ട് പല ടൈപ്പ് ഓഫ് മാംഗോസ് ഈ പ്രാവശ്യം നമ്മൾ വാങ്ങാണ്ട് നമ്മളെ വീടുകളിൽ നിന്ന് ഉണ്ടായത് കഴിച്ചിട്ടുണ്ട്.